എന്താ ബാഗുണ്ട്. ആദ്യം കേക്ക് വാങ്ങുന്നില്ലെന്ന് പറയുന്നത്. ഇനി ഫുഡ് കഴിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വെഡിങ് ആനിവേഴ്സറി ഷോപ്പിങ്ങും പിന്നെ നമ്മുടെ ഒരു ഡിന്നർ വ്ളോഗും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ല കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ അവളെ ഇവിടെ എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിൽ വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം സ്റ്റേഡിയം ലുലുവിലാട്ടോ വന്നിട്ടുള്ളത്. അവൾക്ക് ബാഗും ഷൂസും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജോലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗും ഷൂസും ഒക്കെ വാങ്ങണമെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് സുമൈന. അപ്പം സുമൈനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങാനാട്ടോ വന്നിരിക്കുന്നത്. ആള് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഷർട്ടും ഗിഫ്റ്റും ഒക്കെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് ഹസ്ബൻഡും ഒരു ഗിഫ്റ്റ് ഇങ്ങനെ സർപ്രൈസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ബാഗും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ലുലുവിൽ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ബാഗ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജോൺ ലൂയിസിൻ്റെ ബാഗിന് മിക്കവാറും ലുലുവിൽ എപ്പോഴും ഇങ്ങനെ ഓഫർ കൊടുക്കാറുണ്ട് കേട്ടോ. ഇവരിങ്ങനെ എന്തോ 200 dirhamsന് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ബാഗിന് ചില സമയത്തൊക്കെ ഇങ്ങനെ ഓഫറൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഈ സ്ലിംഗ് ടൈപ്പ് ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നോർമൽ ഈ ഓഫീസിൽ പോകുന്ന ടൈപ്പിലുള്ളത് അങ്ങനെ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നോക്കി അവിടുത്തെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ആയിട്ട്. കുറേ നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കാഷ്വൽ യൂസായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന കുറേ ടൈപ്പ് നല്ല നല്ല ബാഗ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് നിങ്ങൾ കണ്ടു നോക്കും. ഐസുന് ഏതാ ഇഷ്ടായേ? പർപ്പിളാണോ ഇഷ്ടായേ? പിന്നെ ഇപ്രാവശ്യം നമ്മൾ ലുലുവിൽ വന്നപ്പോൾ അവിടെ കുറേ മോഡസ്റ്റ് വെയേഴ്സിൻ്റെ നല്ല നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ലുലുവിൽ നിന്നും നെസ്റ്റോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നെസ്റ്റോയിൽ കുറച്ച് ഇങ്ങനെ ഡ്രസ്സിനും ഒക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോയിൽ വന്നപ്പോഴേക്കും അവിടെ എന്താണ് ഇവൾക്ക് ഡ്രസ്സല്ല ബാഗും ഷൂസും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഒരു ചെറിയ കേക്കൊക്കെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ വരാനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നെക്സ്റ്റ് വീക്ക് തന്നെ ഫുഡ് ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ഫുഡ് ബുക്കിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ നാനും പിന്നെന്താ മിക്സ് ഗ്രില്ലും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ടൈപ്പ് കറിയാട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കലും പിന്നെ ഐസായൊക്കെ അവിടെ ഫുള്ള് കളിയും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തി. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ.
പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തണുത്ത എന്തെങ്കിലും കുടിക്കണം എന്ന് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഓരോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാംഗോ ജ്യൂസും പിന്നെ അസാനും ഐസാക്കും ഒക്കെ വാട്ടർ മെലോൺ ജ്യൂസും, ഇക്കാക്ക് മൊജിറ്റോ ജ്യൂസും, പിന്നെ അവൾക്ക് അങ്ങനെ എന്താ പറയുക ലെമൺ ജ്യൂസും ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓളെ അൽക്കിയാത്തയിലാട്ടോ താമസിക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.